ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീരീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു സ്വീറ്റ് ബ്രെഡ് പോക്കറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബ്രെഡ് പോക്കറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 5-6 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഈ ബ്രെഡ് സ്ലൈസസിൻ്റെ സൈഡെല്ലാം, ഈ ബ്രൗൺ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം, നടുക്കത്തെ പോർഷൻ മാത്രം എടുക്കാം. അങ്ങനെ നമ്മൾ ബ്രെഡ് സ്ലൈസസ് എല്ലാം ഇവിടെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതേപോലെ ഒരു പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ്. ഒന്ന് തിന്നായിട്ടൊന്ന് നമുക്ക് റോൾ ചെയ്ത് ഇതേപോലെ തിൻ ഷീറ്റ്സ് ആയിട്ട് നമുക്ക് എല്ലാ ബ്രെഡ് സ്ലൈസസും എടുക്കാം. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുകിയ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കടയിൽ നിന്നൊക്കെ മേടിക്കാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ചെറുകിയ തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായൊന്ന് കിട്ടിയാൽ മതി. നമ്മുടെ തേങ്ങ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീനി ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ ഈ കോക്കനട്ടിലേക്ക്, തേങ്ങയിലേക്ക് നമുക്കൊരൽപ്പം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയും പഞ്ചസാരയും തേങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയുടെ മിക്സ് നമുക്ക് നമ്മുടെ ബ്രെഡിൽ സ്റ്റഫ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടി നമുക്ക് ബ്രെഡ് സ്ലൈസ് നമ്മൾ എടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് സ്ലൈസ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ ചെറിയ ഹോൾസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ചെറിയ ഈ വേറൊരു ബ്രെഡ് പീസും കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഹോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു ബ്രെഡ് സ്ലൈസ് അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ സൈഡില്ലേ, അതായാലും മതി. ഒരല്പം വെള്ളം എടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കാം. അതായത് ഹോൾസ് അങ്ങനെയൊന്നും പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു ഹോൾസ് ഒന്നും പാടില്ല, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്ന നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ മാവും കൂട്ടി വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഈ ബ്രെഡ് സ്ലൈസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു ബ്രെഡ് സ്ലൈസും കൊണ്ട് കവർ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് വെള്ളം കൂട്ടി ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് സൈഡെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല പോലെ ഇത് ഒട്ടിയിരിക്കണം. അതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ രീതിയിൽ വേണം നമ്മുടെ ഫില്ലിങ് നമ്മൾ ബ്രെഡിൽ ഇട്ട് കൊടുക്കാൻ. ഒരുപാട് എങ്ങനെ കുത്തി നിറച്ചൊന്നും ഫില്ലിങ് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല നമുക്ക്. ജസ്റ്റ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിതേപോലെ ഒന്ന് നനച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മളിവിടെ ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾസ് ഒന്നും ഇല്ലെന്ന് കറക്റ്റാക്കി നോക്കണം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും ഫില്ല് ചെയ്ത് സ്റ്റഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് മുക്കി പൊരിക്കാനായിട്ട് ഒരു മൈദയുടെ സ്ലറി പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ മൈദ എടുക്കുകയാണ്.
ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഞാനിവിടെ സ്ലറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുറിച്ച് മാറ്റിയ സൈഡില്ലേ, ബ്രെഡ് സൈഡും കൊണ്ടാണ് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത്. ഇനി നമുക്കിത് കോട്ട് ചെയ്ത് എടുക്കാം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വെറുതെ വേഗം ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാനിൽ എണ്ണ ചൂടാക്കാൻ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് ബ്രെഡ് പോക്കറ്റ്സ് ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്കിനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മറ്റ് ബ്രെഡ് പോക്കറ്റ്സ് പ്രിപ്പയർ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം. നല്ല ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.